ഹായ്, എക്സോഡസ് ലേണിംഗ് സൊല്യൂഷൻസിൽ നിന്ന് ഷെറിനാണ്. നമ്മൾ ഇന്ന് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ, സോഷ്യൽ മീഡിയ പേജസിൽ, ബ്ലോഗിലോ ഒക്കെ നിരവധി തവണ ഓപ്പർച്യൂണിറ്റി കാർഡുമായി ബന്ധപ്പെട്ട കോണ്ടന്റ് നമ്മൾ ഡെലിവർ ചെയ്തതാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസും ലഭിച്ചു. അതിൽ നിന്ന് തന്നെ നമുക്കൊരു സൗണ്ട് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രോസസ്സിംഗ് നടക്കുന്നു. ഹോപ്പ്ഫുള്ളി അവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടൊരു മറുപടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും കുറേ പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് കുറേ ഡൗട്ട്സുകളുണ്ട്. പ്രധാനപ്പെട്ട ഡൗട്ട്സുകൾ വിൽ ബി ഡിസ്കസിങ് ടുഡേ. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മളൊക്കെ പറയുന്നത് പോലെ ഇത് ഇത്ര ഈസി ആണോ എന്നുള്ളതാണ്. ജർമ്മനി വളരെ വലിയൊരു ലേബർ സ്കേഴ്സിറ്റി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, തൊഴിലാളി ദൗർലഭ്യം. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷനുള്ള ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻസും വളരെ പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംശയം എലിജിബിലിറ്റിയെ സംബന്ധിച്ചാണ്. ഏതെങ്കിലും 3 വർഷത്തെ ഡിഗ്രിയോ 3 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സോ കംപ്ലീറ്റ് ചെയ്ത ആർക്കും ഓപ്പർച്യൂണിറ്റി കാർഡിന് അപേക്ഷിക്കാം. ട്രഡീഷണൽ ഡിഗ്രി മാത്രമല്ല, A&M നഴ്സിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ്,